2 ദിവസങ്ങളിലായി വ്യത്യസ്തത പുലർത്തുന്ന 400-ൽ പരം ചിത്രങ്ങളും 200ഓളം ചിത്രങ്ങളും ഉൾപ്പെടുത്തി വേറിട്ട ചിത്രശില്പ പ്രദർശനത്തിന് ചീമേനി ചെമ്പ്രക്കാനം ചിത്രശില്പ കലാ അക്കാദമിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഫെബ്രുവരി 9, 10 തീയതികളിൽ നടക്കുന്ന പ്രദർശനം ചിത്രശില്പ ചരിത്ര ഗവേഷകൻ കെ മാരാർ ഉദ്ഘാടനം ചെയ്യും. പക്ഷികളും മൃഗങ്ങളും മനുഷ്യരൂപങ്ങളും രാഷ്ട്രനായകരും മോഡേൺ ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 9 രാവിലെ 11 മണി മുതൽ ആരംഭിക്കുന്ന ശില്പചിത്ര പ്രദർശനം വൈകുന്നേരം 4 മണിക്ക് ദക്ഷിണേന്ത്യൻ ചിത്രശില്പ ചരിത്ര ഗവേഷകൻ കെ മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3/24 സമയത്ത് നടന്ന ദേശീയ ഇന്ത്യ ഗവൺമെന്റ് ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് പരീക്ഷ അതിന്റെ റിസൾട്ട് 25-ലാണ് വന്നത്. അത് ഇന്ത്യയിൽ 6 പേർക്ക് ലഭിച്ചപ്പോൾ 4 പേർക്ക് കേരളത്തിൽ, ആ 4 പേരും നമ്മുടെ വിദ്യാർത്ഥികളാണ് ചിത്രശില്പകലാകാരൻ്റെ. അവരെയും അന്ന് അനുമോദിക്കുന്നുണ്ട്. ഒപ്പം ലയൺസ് ക്ലബ്ബ് സംഘടിപ്പിച്ച അതിരുകളില്ലാത്ത ലോക സമാധാനം എന്ന ജലഛായ ചിത്രത്തിന് തൃക്കരിപ്പൂർ വെച്ച് 1ാം സമ്മാനം ലഭിച്ചു. ആ പെയിന്റിങ് ജില്ലാ തലത്തിൽ ലയൺസിന്റെ ഡിസ്ട്രിക്ട് ലെവൽ 5 ജില്ലകളിൽ ചേർന്നതാണ്. 5 ജില്ലകളിൽ നിന്ന് ഈ അത്ര എന്ന് പറയുന്ന കുട്ടിയുടെ ജലഛായമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചീമേനി ചെമ്പക്രാനം ചിത്രശില്പ കലാ അക്കാദമിയിൽ പഠിക്കുന്ന 70-ൽ പരം വിദ്യാർത്ഥികളാണ് ചിത്രങ്ങളും വിവിധ ശില്പങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ, CV വിനയചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവും. തുടർന്ന് നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം മുൻ MP P കരുണാകരൻ നിർവഹിക്കും. ശില്പകലയിൽ ദേശീയ ടാലന്റ് റിസോഴ്സ് സ്കോളർഷിപ്പ് നേടിയ അക്കാദമി വിദ്യാർത്ഥികളെയും ലയൺസ് ക്ലബ്ബ് നടത്തിയ ചിത്രരചനാ വിജയിയെയും ചടങ്ങിൽ അനുമോദിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന ചിത്രശില്പ പ്രദർശനം കാണാൻ പൊതുജനങ്ങൾക്കും സൌകര്യമൊരുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പ്രദർശനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും നൽകും. ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ നേട്ടം കൈവരിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അക്കാദമി ചെയർമാൻ രവീന്ദ്രൻ തൃക്കരിപ്പൂർ, രക്ഷാധികാരി M പവിത്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.